നമ്മളൊരു ഫ്രണ്ട്സിന്റെ കൂടെ പോയി ദിവസം കിടന്നു വെച്ചിട്ട് അതൊരു വെടിയാവോ? ഇല്ല. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ വെടിയല്ലെന്ന്. ആ ഒരു ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ നിൽക്കും തല ഉയർത്തി. ഞാൻ മുന്നേടത്തിയതൊന്നല്ല, ഞാൻ കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വെടിയാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ഞാൻ വീട്ടിൽ ലൈവ് ആയിട്ടൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമർ എടുക്കുമായിരുന്നു. എനിക്കത് വേണ്ട കേട്ടാ. കുടിച്ചിട്ട് പറയണേ ഒന്നുമല്ല. എനിക്ക് എന്നെ അറിയാം, നല്ല പോലെ അറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പച്ചയ്ക്ക് പറയുന്നതല്ല, ഞാൻ പച്ചയ്ക്ക് തന്നെ പറയും. അത് എൻ്റെ ഒരു കഴിവാണ്. ഞാൻ എത്രയും എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കാം, അതിന് ഞാൻ എന്തും പറയും. ഞാൻ 24 മണിക്കൂറും വിളിക്കുന്ന ഒരാളാണ് ആശ്വ ചേച്ചി. ഇപ്പോഴും വിളിക്കുന്ന ഒരാളാണ്. എടാ ഒരുപാട് ദിക്സാക്ഷി ഉണ്ടോ ഞാൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. കാരണം ചില 24 hours എനിക്ക് വിളിക്കുന്ന ഒരാളാണ് ആശ്വ ചേച്ചി. ആ ലേഡിക്ക് വരെ അറിയാം ഞാൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിൽ കുറെ പേർക്കറിയാം, ഗോവിന്ദൻകുട്ടിക്ക് അറിയാം ഞാൻ എടുക്കുന്നുണ്ടോ. എനിക്ക് അവരെ മാത്രം, അങ്ങനെയുള്ളവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് സോഷ്യൽ മീഡിയയിലെ ആരെയും ബോധിപ്പിക്കേണ്ട. അല്ലേ ഫ്രീഡം? സത്യല്ലേ ഫ്രീഡം? അല്ലേ ഗോവിന്ദൻകുട്ടി? അല്ലേ? ഹലോ, യെസ്, അതെ അതെ, സെയിം നമ്പറിൽ വാട്സപ്പിൽ. എന്താ പേരെന്താ? ആരോടൊന്നും പറഞ്ഞതായിട്ടെ ഞാൻ കാര്യം ടീച്ചേഴ്സും പറഞ്ഞുതരാം കേട്ടോ. കേട്ടോ, ഇഷ്ടംപോലെ കോള് വരുന്നുണ്ട്. ഞാൻ വാട്സപ്പ് അവര് ഹായ് വിട്ടോണ്ടിരിക്കുക, ഞാൻ നോക്കുന്ന പോലും ഇല്ല. എടോ അത്ര വലിയ കടി മൂത്ത ഒരു ലേഡി ആണെങ്കിൽ ഞാൻ വാട്സപ്പിൽ പോയിട്ട് റീപ്ലൈ കൊടുക്കും. ഹലോ, എന്താ പേരെന്താ? സുജി. നോക്കട്ടെ, കട്ടാക്കണ്ട. മിനിറ്റ്. എന്തായിരുന്നു? എനിക്ക് ഓക്കെ. ആ സുജി, ഓക്കെ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ റിപ്ലൈ തരാം. എപ്പോ? ജെയിമായിരുന്നു ഒന്ന് റിപ്ലൈ കൊടുക്കട്ടെ സുജിക്ക്. ഡയറക്റ്റ് ചെയ്യേണ്ട നമ്പർ. ഇനി മറുപടി കൊടുക്കട്ടെ സുജി. ഒരു രേഖാവളിയിലാണല്ലോ. 1 മണിക്കൂർ. പേര് പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടാ, അല്ലെങ്കിൽ എനിക്കറിയില്ല ആരാന്ന്. പേര് പറഞ്ഞാലേ ബിരിച്ചേരിക്ക് അറിയും, അല്ലെങ്കിൽ ഞാൻ ആരാ റിപ്ലൈ കൊടുക്കുക. എന്നെ ഇപ്പൊ പേടിയൊന്നും ഞാൻ മറ്റു ടെൻഷൻ ഒന്നുമില്ല കാര്യത്തില്. ഞാൻ വെടിയല്ലെന്ന് എനിക്കറിയാം. എന്റെ ജോലി എന്താന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു എനിക്കറിയാം. ഉപ്പക്കും ഹലോ, റേറ്റ് സുജി അല്ലേ? റേറ്റ് പറയില്ല. അത് ഓക്കെ, നോ പ്രോബ്ലം. അടിപൊളിയായിരിക്കും. എപ്പോഴാ നിങ്ങൾ വരുമ്പോൾ വിളിക്കും. ഫാമിലിയുടെ ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പാട്ട് മൂടാ എടോ.
ഞാൻ 4 പെക്ക് അടിക്കുന്നു, 4 പെക്ക് അടിക്കും. ഈ 4 പെക്ക് അടിക്കും. ഇപ്പൊ 2 പെക്ക് കഴിഞ്ഞു. 2 പെക്ക് കഴിഞ്ഞു. ഇത് 3ാമത്തെ. സമയോ ഇല്ല, ട്യൂഷൻ ഉണ്ടോ? ഇത് 3ാമത്തെ. ബാഗിൽ പോണ്ട ഞാനാ, ഇന്ന് ബാഗിൽ പോരും. സോഡ കഴിഞ്ഞു. ഇത് 3ാമത്തെയാണേ. ഒരു കൂടി ഞാൻ നിർത്തൂട്ടാ. ഇത് 3ാമത്തെ വെക്ക്. ഇല്ല, വിളിച്ചില്ല, സമയമില്ലല്ലോ. മൂന്നാമത്തെ വെക്ക്. ഹലോ, എന്താ പേരെന്തായിരുന്നു? സോജന. ചേട്ടൻ കാര്യം. ഓക്കെ 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 ചേട്ടൻ കാര്യം ചെയ്യും. സോജന പറഞ്ഞൊരു കാര്യം വിട്. അതല്ലേ പറഞ്ഞത്? സോജന പറഞ്ഞ് വാട്സാപ്പിൽ സെൻഡ് ആക്കി, ഞാൻ റിപ്ലൈ തരാം. ആരാണോ സോജൻ? ഇതാവും സോജൻ. ഷാജി. മോൻ നോക്കട്ടെ. ഒരു വേട്ടാവളിയും. മൂന്നാമത്തെ പെക്കട്ടോ. 4 പെക്ക് അടിക്കൂലേ? ഇല്ല, നിർത്ത്. സെൻഡ് ചെയ്യാൻ നിനക്ക് ഉത്തരം ഇല്ല. ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല് വാട്സപ്പ് കോള്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമൽ കോൾ വിളിച്ചാൽ മതി. ഞാൻ റേറ്റ് ചെയ്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രീ ആണോ? ഞാനിപ്പോൾ ഫ്രീ ആണ്. ഇപ്പം വരുന്നുണ്ടെങ്കിൽ പോലെ ഇപ്പം ഫ്രീ ആണ്. ഓക്കെ.